നെയ്പത്തിരി മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വായോ. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അതിനെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് തിളപ്പിച്ച വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, കൂടെ സോൾട്ടും കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കൂട്ടും കൂടെ ആഡ് ചെയ്യണം. അതിനായി നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതും പിന്നെ കുറച്ച് ജീരകവും 3-4 കുഞ്ഞുള്ളിയും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യണം. നല്ലോണം ഫൈൻ പേസ്റ്റ് ആവരുത്, ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ കൂട്ട് നമുക്കിതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ കൂട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായി കൈയൊക്കെ കഴുകിയതിന് ശേഷം ഒന്ന് റൗണ്ടായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് മാവ് റൗണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റോ ഗ്ലാസ്സോ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റൗണ്ട് ഷേപ്പ് കിട്ടും കേട്ടോ. ഞാനിവിടെ ചെറിയ പത്തിരിയാക്കുന്നതുകൊണ്ട് റൗണ്ട് ചെറുതാക്കിയാൽ, നിങ്ങൾക്ക് വലുതാണെങ്കിൽ വലിയ റൗണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് നന്നായി ഒന്ന് മുറിച്ചെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലെങ്കിൽ മാത്രമേ അതൊന്ന് പൊന്തി വരൂ. അപ്പം നമ്മുടെ ടേസ്റ്റി ക്രിസ്പി നെയ്പത്തിരി ഇവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി തേങ്ങയിൽ കുറച്ച് കുരുമുളകും വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ബ്രൗൺ കളർ ആയതിന് ശേഷം ചൂടാറാനൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു കടായി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളകും തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച മാവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടെ ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി എഗ് കറി ഇവിടെ റെഡിയാണ്.